ലൂക്കോസിന്റെ സുവിശേഷം യേശുവിന്റെ ജനനത്തോടുകൂടെ ആരംഭിച്ചു. ലൂക്കോസ് അതിനുശേഷം യേശു ഇസ്രായേലിന്റെ മശിഹയായി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവാർത്ത ദരിദ്രരോട് പ്രഖ്യാപിക്കുന്നതും അവൻ ഇസ്രായേലിനു ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകനായിരിക്കുന്നതും എങ്ങനെയെന്ന് കാണിച്ചു തന്നു. അടുത്ത ഭാഗത്ത് ആയിരക്കണക്കിന് ഇസ്രായേല്യർ കൂടുന്ന പുരാതന ഉത്സവമായ പെസഹ ആഘോഷിക്കേണ്ടതിന് യേശു ശിഷ്യന്മാരുമായി യെരുശലേമിലേക്ക് ഒരു ദീർഘയാത്ര നടത്തുന്നു. ഇവിടെ മലയിൽ നിന്നും യെരുശലേമിലേക്കുള്ള ഈ യാത്രയെ പുരാതന ഇസ്രായേലിയരുടെ നീണ്ട യാത്രയെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ ലൂക്കോസ് ആഗ്രഹിക്കുന്നു. മോശയോടുകൂടെ അവർ സീനായ് മലയിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് പോയി. പിന്നീട് ദാവീദ് രാജാവ് യെരുശലേമിനെ അവരുടെ തലസ്ഥാനമാക്കി മാറ്റി. അതിനാൽ ലൂക്കോസ് ഇവിടെ യേശുവിനെ ഇസ്രായേലിന്റെ ദൈവവുമായുള്ള ഉടമ്പടിയെ പുതുക്കുന്ന പുതിയ മോശയായും അവന്റെ ആധിപത്യത്തിലേക്ക് ജനത്തെ ഒരുമിച്ച് ചേർക്കുന്ന പുതിയ ദാവീദായും ചിത്രീകരിക്കുന്നു. യേശു പുറപ്പെടുമ്പോൾ ഓരോ പുതിയ സ്ഥലങ്ങളെയും തന്റെ സന്ദർശനത്തിനു വേണ്ടി തയ്യാറാക്കുവാൻ തന്റെ ശിഷ്യന്മാരെ തനിക്ക് മുമ്പായി യേശു അയക്കുന്നു. അതിനുശേഷം യേശു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവാർത്ത അറിയിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരുകയും തന്നെ അനുഗമിക്കാനും ദൈവം ഇസ്രായേലിൽ ചെയ്യുന്ന ഈ പുതിയ കാര്യത്തിൽ പങ്കുചേരുവാനും അവൻ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ഈ ഭാഗത്ത് അവന്റെ നിരവധി ഉപദേശങ്ങളും ഉപമകളും ഉണ്ട്. പ്രത്യേകിച്ചും യേശുവിനെ അനുഗമിക്കുന്നതിനാൽ സമ്പത്തിനെയും സംഘർഷത്തെ പരിഹരിക്കുന്നതിനെയും ദരിദ്രരോട് നിങ്ങൾ പെരുമാറുന്നതിനെയും സംബന്ധിച്ച് ഒരു പൂർണ്ണമായ പുനരാലോചനയ്ക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിനെ പറ്റിയുള്ളതാണ്. ഇങ്ങനെ യേശു ഓരോ പട്ടണങ്ങളിലും തികച്ചും പുതുമയുള്ള ജീവിത രീതി അഭ്യസിക്കുന്ന സമൂഹങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ അത്യാഗ്രഹം ദാനശീലത്തിനും കോപം ക്ഷമയ്ക്കും വഴിമാറുന്നു. മാത്രമല്ല, ഈ യേശു സമൂഹങ്ങൾ എല്ലാ അവഗണിക്കപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ശരിയാണ്, ദരിദ്രർക്കുള്ള സുവാർത്തയാണിത്. അത് ലൂക്കോസിലെ പ്രധാന പ്രമേയങ്ങളിലൊന്നാണ്. അതെ, ഈ അധ്യായങ്ങളിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയും. അവൻ സൗഖ്യമാക്കിയ അവഗണിക്കപ്പെട്ട മനുഷ്യരും അവൻ സ്വീകരിച്ചതായ നിന്ദിക്കപ്പെട്ട വേശ്യകളും അവൻ കൈക്കൊണ്ടതായ കരം പിരിവുകാരും ഇവരൊക്കെയായിരുന്നു യേശുവിന്റെ രാജ്യത്തിലെ അംഗങ്ങൾ. ഇസ്രായേലിന്റെ മത നേതാക്കന്മാരാകട്ടെ അവനെ നിരീക്ഷിച്ച് വിമർശിക്കുവാനും തുടങ്ങി. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്? അതെ, ഈ ഭാഗത്ത് സൂപ്പർ വിരുന്നുകളുടെ റിയാലിറ്റി ഷോ മത്സരം എന്ന പോലെയാണ് വായിക്കുന്നത്. തനിക്ക് ഒരിക്കലും കടം വീട്ടുവാൻ കഴിവില്ലാത്ത രോഗികൾക്കും ദരിദ്രർക്കും വേണ്ടിയുള്ളതാണ് ദൈവരാജ്യം എന്നതിന്റെ പ്രതീകമായി യേശു ഈ അത്താഴ വിരുന്നുകൾ നടത്തുന്നു. ഇസ്രായേലിന്റെ മത നേതാക്കളോടൊപ്പവും യേശു വിരുന്നുകളിൽ പങ്കെടുക്കുന്നു. അതെ, അവർ അഹങ്കാരവും പക്ഷപാതവുമുള്ള ഒരു സാമൂഹിക കൂട്ടായ്മയായി മാറിയതിനാൽ യേശു അവരെ ശാസിക്കുന്നു. എന്നാൽ അവർക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവൻ അവരോട് ഇപ്രകാരം ഒരു പ്രസിദ്ധമായ ഉപമ പറയുന്നു. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ സത്യസന്ധനും പിതാവിനെ ബഹുമാനിക്കുന്നവനുമായിരുന്നു. ഇളയവൻ കുഴപ്പക്കാരനും. അവൻ കലഹിച്ച് തന്റെ അവകാശം വാങ്ങി ദൂരദേശത്ത് പോയി വിവേകമില്ലാതെ സകലതും തിന്നുകുടിച്ച് ദൂർത്തടിച്ചു കളഞ്ഞു. അങ്ങനെയിരിക്കെ ദേശത്ത് ഒരു ക്ഷാമമുണ്ടാവുകയും അവന്റെ സമ്പാദ്യം തീർന്നു പോവുകയും ചെയ്തു. അതിനാൽ മറ്റുള്ളവരുടെ പന്നികളെ മേയിച്ചുകൊണ്ട് ഞെരുങ്ങി ജീവിക്കേണ്ടതായി വന്നു. അവൻ വളരെ വിശന്നവനായി പന്നിത്തീറ്റയെങ്കിലും തിന്നുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ചിന്തിച്ചു, ഇങ്ങനെ ഒരു പന്നി നോട്ടക്കാരനായി പണിയെടുക്കാനാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി അപ്പനു വേണ്ടി പണിയെടുക്കും. കുറഞ്ഞ പക്ഷം ഞാൻ തിന്നുന്നത് പന്നിത്തീറ്റ ആയിരിക്കില്ലല്ലോ. അങ്ങനെ അവൻ തന്റെ ക്ഷമാപണം പരിശീലിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ തന്റെ മകൻ ക്ഷാമത്തെ അതിജീവിച്ചിരിക്കുകയില്ല എന്ന് പിതാവ് ഉറപ്പിച്ചു. എന്നാൽ ഒരു ദിവസം ആരോ ഒരാൾ വഴിയിലൂടെ നടന്നു വരുന്നത് അവൻ കണ്ടു. അത് അവന്റെ മകനായിരുന്നു. അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ പിതാവ് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആ മകൻ സംസാരിച്ചു തുടങ്ങി. അപ്പാ, അങ്ങയുടെ മകനായിരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ വന്ന് അങ്ങേക്ക് വേല ചെയ്യുവാൻ അനുവദിക്കുക. എന്നാൽ അവൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് പിതാവ് തന്റെ വേലക്കാരെ വിളിച്ച്, എന്റെ മകന് ഏറ്റവും നല്ല വസ്ത്രവും പുതിയ ചെരുപ്പും ഒരു വിശേഷപ്പെട്ട മോതിരവും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഏറ്റവും നല്ല ഒരു വിരുന്നും ഒരുക്കുവാൻ അവരോട് പറഞ്ഞു. ഇപ്പോൾ ആഘോഷിക്കുവാനുള്ള സമയമാണ്. അന്ന് വൈകുന്നേരം മൂത്ത സഹോദരൻ നീണ്ട അധ്വാനത്തിന് ശേഷം വയലിൽ നിന്നും മടങ്ങി വരുമ്പോൾ തന്റെ ധൂർത്തനായ സഹോദരൻ മടങ്ങി വന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി. അതിന് ആഘോഷമോ? അവന് ദേഷ്യം വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളൊക്കെയും അവൻ പിതാവിന് വിശ്വസ്തനായിരുന്നു. ഒരിക്കലും ഇതുപോലൊരു വിരുന്ന് അവന് കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ മാനക്കേട് വരുത്തിയ ഈ കുടുംബാംഗം വീട്ടിൽ വന്നപ്പോൾ ഇവർ അവന് വേണ്ടി ആഘോഷിക്കുകയോ? ഇത് മോശമായി പോയി. വിരുന്നിൽ ചേരാൻ അവൻ കൂട്ടാക്കിയില്ല. മൂത്ത സഹോദരൻ പുറത്തു നിൽക്കുന്നത് കണ്ട് പിതാവ് പറഞ്ഞത്, മകനെ, നീ എപ്പോഴും ഈ വീട്ടിലെ ഒരു അംഗമാണല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. എന്നാൽ നിന്റെ സഹോദരനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. കാരണം അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു,
ഇപ്പോൾ അവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ ജീവിക്കുന്നു. മതനേതാക്കൾ അവഗണിക്കപ്പെട്ടവരെ ദൈവം കാണുന്നതിന് തുല്യം കാണണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. മരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്ന പുത്രന്മാരെയും പുത്രിമാരെയും പോലെ. യേശുവിന്റെ രാജ്യത്വ സമൂഹം എല്ലാവർക്കുമായി മലർക്കെ തുറക്കപ്പെട്ടിരുന്നു. പ്രവേശനത്തിനുള്ള നിബന്ധന തങ്ങളെ തന്നെ താഴ്ത്തി ദൈവകരുണ ആവശ്യമെന്ന് തിരിച്ചറിയുക എന്നത് മാത്രമാണ്. അതിനാൽ തന്നെ മതനേതാക്കന്മാർ യേശുവിനെയും അവന്റെ സംഘത്തെയും നിരസിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തെയാണ് നിരസിച്ചത്. നേതാക്കന്മാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ യേശുവിന്റെ യാത്ര അവസാനിക്കുമ്പോൾ സംഘർഷം തിളച്ചു മറിയുന്നതിലേക്ക് എത്തിച്ചേർന്നു. അതെ, അവന്റെ ജീവനെടുക്കാൻ അവർ ഗൂഢാലോചന നടത്തുമ്പോൾ അവൻ പെസഹയ്ക്കായി യെരുശലേമിലേക്ക് പോകുവാൻ ഒരുങ്ങുകയായിരുന്നു. ലൂക്കോസിന്റെ തുടർന്നുള്ള ഭാഗം അതിനെ പറ്റിയുള്ളതാണ്.